الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونستغفره ونؤمن به ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوان والأخوات أوصيكم عباد الله وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സത്യവിശ്വാസികളുടെ വിശ്വാസങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും മുഴുവൻ സമയങ്ങളിലും പാലിച്ചുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി നിലകൊള്ളണമേ എന്ന് സ്വന്തത്തോടുപോലെ ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ നാഥൻ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കുറിച്ച് പഠിപ്പിക്കുന്നത് അവൻ കാരുണ്യവാനാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു മുസ്ലിം ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും സന്ദർഭങ്ങളിലും എന്തൊരു കർമ്മം ആരംഭിക്കുമ്പോഴും ആദ്യം പറയേണ്ട ഒരു വാക്യമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണ്യകനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു മനുഷ്യർക്ക് ലോകത്തിന്റെ പഠിപ്പിക്കുന്നതാണ്. റഹ്മാൻ റഹീമാണ് അല്ലാഹു. ആ ഒരു ചിന്തയാണ് നമുക്ക് ജീവിതത്തിന്റെ ആശ്വാസവും ധൈര്യവും പകരുന്നത്. അള്ളാഹു റഹ്മാൻ റഹീമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്ത് നമ്മിൽ വർഷിക്കുമാറാകട്ടെ. എന്നാൽ റബ്ബ് തആല തന്റെ ഇഷ്ടദാസന്മാർക്ക് അവൻ ചില പരീക്ഷണങ്ങളെല്ലാം നൽകും. അത് അവരുടെ പ്രതിഫലം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ ആ പരീക്ഷണം അത് അവിശ്വാസികൾക്കാണെങ്കിൽ അവർക്ക് ശക്തമായ താക്കീതായിട്ടുമാണ് അല്ലാഹു നൽകാറുള്ളത്. പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ
അള്ളാഹു മനുഷ്യർക്ക് നൽകാറുണ്ട്. അതിൽ ഒന്നാണ് കാലവർഷം അഥവാ മഴ എന്നുള്ളത്. കാറ്റും മഴയും എല്ലാം അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് മഴ, അതേസമയം അള്ളാഹുവിന്റെ പരീക്ഷണവുമാണ്. നമുക്കറിയാം, കേരളത്തിൽ മഴ കാരണം ധാരാളം നാശനഷ്ടങ്ങൾ സംഭവിച്ച് ഒരുപാട് ആളുകളുടെ വീടും ജീവിത മാർഗവും എല്ലാം നഷ്ടപ്പെട്ട് അവർ വല്ലാത്ത ശൂന്യമായ ഒരവസ്ഥയിലാണുള്ളത്. അള്ളാഹു അവർക്ക് സമാധാനവും സ്ഥിരതയും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും വെള്ളപ്പൊക്കം വന്ന ആസാമിലൊക്കെ നാട് തന്നെ ഇല്ലാതായ അവസ്ഥയിൽ ഒരു ദിവസം കൊണ്ട്, മണിക്കൂറുകൾ കൊണ്ട് കോടീശ്വരന്മാർ അന്നത്തിന് വകയില്ലാത്ത, കിടപ്പാടമില്ലാത്ത ആളുകളായി മാറിയിരിക്കുകയാണ്. അത് അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മഴയെ രണ്ട് രൂപത്തിൽ വിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തിയായി കാണാൻ കഴിയും. ഒന്ന് അള്ളാഹുവിന്റെ കാരുണ്യമായിട്ടാണ്. കാരുണ്യമായിട്ട് അള്ളാഹു പറയുന്നിടത്തൊക്കെ മഴയെ കുറിച്ച് മാഉൻ ഗൈസ് എന്ന രണ്ട് പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സൂറത്തുൽ ലുഖ്മാൻ എന്ന് പറയുന്നത് കാണാൻ കഴിയും. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅത്തി വയുനസ്സിലുൽ ഗൈസ്. അള്ളാഹുവിന്റെ അടുക്കലാണ് അന്ത്യദിനത്തെ കുറിച്ചിട്ടുള്ള അറിവും അതുപോലെ തന്നെ മഴ എപ്പോഴെവിടെയാണ്, എത്രയാണ്, എങ്ങനെയാണ് പെയ്യുക എന്നതും അള്ളാഹുവിന് മാത്രം അറിവുള്ള വിഷയമാണ്. അതുപോലെ തന്നെ സൂറത്തുൽ മുഅ്മിനൂൻ അള്ളാഹു പറയുന്നുണ്ട്, വഅൻസൽനാ മിനസ്സമാഇ മാഅൻ ബിഖദരിൻ ഫഅസ്കൻനാഹു ഫിൽ അർദ്. അപ്രകാരം ആകാശത്തിൽ നിന്നവൻ ഒരു അളവനുസരിച്ച് കൊണ്ട് മഴയെ ഇറക്കി, വെള്ളത്തെ ഇറക്കി, അങ്ങനെ ഭൂമിയെ ശാന്തമാക്കി, ഭൂമിയിൽ ശാന്തത കൊണ്ടുവന്നു, അതിൽ സമ്പുഷ്ടി കൊണ്ടുവന്നു അല്ലാഹ്. അപ്പൊ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് മാഅൻ എന്നാണ്, അതുപോലെ ഗൈസ് എന്നൊക്കെയാണ് നല്ല രൂപത്തിൽ മഴയെക്കുറിച്ച് റബ്ബ് തആല നമ്മളെ പരിചയപ്പെടുത്തുന്നത്. മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്ന് പ്രാർത്ഥിക്കാൻ. അള്ളാഹുവേ, ഞങ്ങൾക്ക് പ്രയാസങ്ങൾ നീക്കിത്തരുന്ന മഴയെ നീ നൽകണമേ അള്ളാഹുവേ. അവിടെയും ഗൈസ് എന്ന് പ്രാർത്ഥിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ശിക്ഷയായിട്ട് അള്ളാഹു നൽകിയിടത്തല്ല, മഴ കൊണ്ട് ശിക്ഷിച്ചിടത്തല്ല അള്ളാഹു പറയുന്ന വാക്ക് നമുക്ക് കാണാം. സൂറത്ത് ശുഅറയിൽ മത്വർ എന്നാണ് അള്ളാഹു മഴയെ ഉപയോഗിച്ചിട്ടുള്ളത്. അവരിലേക്ക് നാം മഴയെ ഒരു കോരിച്ചൊരിയൽ ചൊരിഞ്ഞു. എത്ര മോശമായ ഒരു മുന്നറിയിപ്പാണ് ഞാൻ അവർക്ക് മഴയിലൂടെ നൽകിയത് എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. അതുപോലെ സൂറത്ത് അഅറാഫ് എന്ന് പറയുന്നുണ്ട്, وَأَمْطَرْنَا عَلَيْهِمْ مَطَرًا فَانظُرْ كَيْفَ كَانَ عَاقِبَةُ الْمُجْرِمِينَ. ഞാൻ അവരിലേക്ക് മഴയെ ശക്തമായെങ്കിൽ ചൊരിഞ്ഞു അവരുടെ മേൽ. അപ്പോൾ നിങ്ങൾ നോക്കൂ, പാപികളായ ആളുകളുടെ അവസ്ഥ എന്തായിത്തീർന്നു എന്ന്. അപ്പൊ അവിടെ അവരെ ശിക്ഷിച്ചിടത്തൊക്കെ അള്ളാഹു ഉപയോഗിച്ച വാക്ക് മത്വറ എന്നാണ്. എന്നാൽ അള്ളാഹു കാരുണ്യമായി അനുഗ്രഹമായി നൽകുന്നിടത്തൊക്കെ ഗൈസ് എന്നൊക്കെയാണ് അള്ളാഹു അധികമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, ചരിത്രത്തിൽ ധാരാളം പാഠങ്ങൾ നമുക്ക് കാണാൻ കഴിയും. വെള്ളവും മഴയും അനുഗ്രഹമാണെങ്കിൽ മനുഷ്യന്റെ ധിക്കാരവും അതുപോലെ തന്നെ അവന്റെ പ്രവർത്തനങ്ങളും അതിൽ കിടക്കുമ്പോൾ അത് വിനാശകരമായിട്ട് അള്ളാഹു മാറ്റാറുണ്ട്. സബഅ ഗോത്രക്കാർ, ആ സബഅ ഗോത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വിശാലമായ തോട്ടങ്ങളും ഡാമും നൽകി. അതിലൂടെ അവർക്ക് ധാരാളം കൃഷികൾ ഉൽപ്പാദിപ്പിക്കാൻ മരുഭൂമിയിലെ പച്ചയായിക്കൊണ്ട് ആ സബഅ ഗോത്രത്തെ അള്ളാഹു മാറ്റി.
നാനാ രാജ്യങ്ങളിൽ നിന്ന് അവരുടെ അടുക്കിലേക്ക് ആളുകൾ ഒഴുകിയെത്തി. അവരുടെ വിഭവങ്ങൾ വിൽക്കാനും അവർക്ക് ആവശ്യമുള്ളത് ലഭിക്കാനും അത് കാരണമായി. പക്ഷെ അവർ അല്ലാഹുവിനെ ധിക്കരിച്ചപ്പോൾ ശുർക്കും അതുപോലെ അളവ് തൂക്കത്തിലുള്ള കൃത്രിമത്വവും ഒക്കെ അവർ കാണിച്ചപ്പോൾ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുത്തഫിഫീനിൽ കൂടെ അവരെ പരിചയപ്പെടുത്തി. അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്നവർക്ക് മഹാനാശമെന്ന് സബൽ പത്രക്കാരനെ കുറിച്ച് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഡാം തകർത്തുകൊണ്ട് ആകെ പ്രളയമാക്കി കുത്തി ഒലിച്ച തോട്ടങ്ങൾ മുഴുവൻ ഉഴുതു മറിച്ചതുപോലെ ആക്കി മാറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുപോലെ തന്നെ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജനതയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമായ വെള്ളപ്പൊക്കം കൊണ്ട് ശിക്ഷിക്കുകയുണ്ടായി. ഫിർഔനെയും അല്ലാഹു വെള്ളത്തിലൂടെയാണ് ശിക്ഷിച്ചത്. അങ്ങനെ ലോകത്ത് വന്ന ക്രൂരന്മാരായ സമൂഹത്തെ അല്ലാഹു വെള്ളം കൊണ്ടും മഴ കൊണ്ടൊക്കെ ശിക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ ജീവന്റെ ഉറവിടവും അതിന്റെ ആരംഭവും വെള്ളത്തിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു പഠിപ്പിക്കാൻ. സയൻസും അത് പ്രൂവ് ചെയ്തിരിക്കുകയാണ്. ജീവന്റെ ഉറവിടം വെള്ളത്തിൽ നിന്നാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അതിനെ കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. നിഷേധികളെ നിങ്ങൾ കാണുന്നില്ലേ? ഈ ആകാശവും ഭൂമിയും ആദ്യം പൊട്ടിച്ചേർന്ന് ഒരു ഗ്ലോബായിരുന്നു എന്ന് നിങ്ങൾ കണ്ടിട്ടില്ലേ? അല്ലെ, ബിഗ് ബാങ് തിയറിയൊക്കെ ഇപ്പൊ അടുത്ത കാലത്താണ് വന്നത്, 2 നൂറ്റാണ്ട് മുമ്പ്. എന്നാൽ 1400 കൊല്ലം മുമ്പ് ബിഗ് ബാങ് തിയറി അല്ലാഹു സൂറത്തുൽ അംബിയായിലൂടെ പഠിപ്പിക്കുക. ആകാശവും ഭൂമിയും എല്ലാം പൊട്ടിച്ചേർന്ന ഒരു ഗ്ലോബായിരുന്നു. പിന്നീട് ഒരു മഹാവിസ്ഫോടനത്തിലൂടെ അത് കഷ്ണങ്ങളായി മാറി തെറിച്ചതാണ് എന്ന് ശാസ്ത്രം പറയുമ്പോൾ അത് അടുത്ത കാലത്താ പറഞ്ഞത്. എന്നാ ഖുർആൻ 1400 കൊല്ലം മുമ്പ് പറഞ്ഞു. നിഷേധിക്കുന്ന സത്യനിഷേധികളെ നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? ആകാശവും ഭൂമിയുമെല്ലാം ഒട്ടിച്ചേർന്ന് ഒന്നായിരുന്നുവെന്ന്. പിന്നെ അല്ലാഹു അത് രണ്ടിനെയും വേർപെടുത്തുകയുണ്ടായി. എന്നിട്ടോ ആകാശത്തെയും ഭൂമിയും വേർപെടുത്തിയതിന് ശേഷം അല്ലാഹു വെള്ളത്തെ സൃഷ്ടിച്ചു, വെള്ളത്തെ കൊണ്ടുവരികയുണ്ടായി. എല്ലാ ജീവജാലങ്ങളെയും ആ വെള്ളത്തിൽ നിന്ന് ഉത്പാദിപ്പിക്കുകയും ചെയ്തു. ഖുർആൻ എത്ര ശാസ്ത്രീയമായിട്ട് പറഞ്ഞു. നാം ഖുർആൻ ശാസ്ത്ര ഗ്രന്ഥമൊന്നുമില്ല, അത് അള്ളാഹിന്റെ വാക്കുകളാണ്. സൃഷ്ടാവായ അല്ലാഹു പറയാൻ ഞാൻ എങ്ങനെയാ സൃഷ്ടിച്ചത് എന്ന്, അല്ലെ? നോക്കൂ, അപ്പോൾ ജീവന്റെ ഉൽപ്പത്തി അത് വെള്ളത്തിൽ നിന്നാണ് എന്ന് റബ്ബ് തആല പഠിപ്പിക്കുക. അഫലാ യുഅ്മിനൂൻ, നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലേ? നിങ്ങളത് മനസ്സിലാക്കുന്നില്ലേ എന്ന് റബ്ബ് ചോദിക്കുകയാണ്. അതുപോലെ തന്നെ മനുഷ്യന് വേണ്ട ഭക്ഷണങ്ങൾ ഉണ്ടാവുന്നതും വെള്ളമാണ് അടിസ്ഥാനമായ സോഴ്സ്. അല്ലാഹു ചോദിക്കുന്നു, അപ്പോൾ മനുഷ്യൻ അവന്റെ ഭക്ഷണത്തിലേക്ക് നോക്കുന്നില്ലേ? ഞാൻ വെള്ളത്തെ ഒരു ഒഴിക്കൽ ആകാശത്ത് നിന്ന് അവർക്ക് വെള്ളം ചൊരിഞ്ഞു കൊടുത്തു. പിന്നെ ഭൂമിയെ നാം വളരെ സോഫ്റ്റ് ആക്കി പിളർത്തി കൊണ്ടുവന്നു. കല്ലുപോലെ പാറ പോലെ ഉണങ്ങി വരണ്ട നിൽക്കുന്ന ഭൂമിയിലേക്ക് വെള്ളം നാം മഴ പെയ്യിപ്പിച്ചപ്പോൾ ആ ഭൂമി എന്നെ പിളർന്നു. എന്നിട്ടാണ് ഭൂമിയിൽ നിന്ന് ധാന്യങ്ങളെ നാം മുളപ്പിച്ചു കൊണ്ടുവന്നു. എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു മുന്തിരിയും ഈത്തപ്പഴവും ഒക്കെ റുമ്മാനും ഒക്കെ അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം വിളിച്ചു തന്നു എന്ന് റബ്ബ് തആല നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ മഴയിൽ നിന്ന് വെള്ളത്തിൽ നിന്നാണ് നമ്മുടെ എല്ലാ അനുഗ്രഹത്തിന്റെയും ആരംഭവും നിലനിൽക്കും എന്നുള്ളത്. എന്നാൽ ആ മഴ ലഭിക്കാതിരുന്നാലോ അത് മനുഷ്യ ജീവിതത്തിന്റെ ക്രമം തെറ്റിപ്പോകും, അല്ലെ? ഒരു 10-20 കൊല്ലത്തോളം മഴയില്ലാതായപ്പോൾ
സകല ആളുകളും എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി വീട് വെച്ചു. എല്ലാ പാടത്തും എല്ലാ പുഴയുടെ വക്കിലൊക്കെ കൊണ്ടുപോയി വീട് വെച്ചു. അവസാനം അന്ന് മഴ കൊണ്ട് കൊണ്ടുവന്നപ്പോ എന്തായി? വെള്ളമൊക്കെ അത് നിൽക്കുന്നിടത്തൊക്കെ പോയി നിന്നു. എന്നിട്ട് നിലവിളിയാണ്, ഞങ്ങളുടെ വീട്ടിൽ വെള്ളം കയറി. എങ്ങനെ കയറാതിരിക്കും? വെള്ളം നിൽക്കേണ്ട സ്ഥലത്ത് കൊണ്ടുപോയി വീട് വെച്ച പിന്നെ വെള്ളം കയറാതിരിക്കുമോ? അല്ലേ? അപ്പോ മഴയില്ലാതെ നിന്ന് കഴിഞ്ഞാൽ മനുഷ്യന് ഒരുപാട് പ്രയാസമാകും. കൃഷി ഉണങ്ങിപ്പോകും. കുടിവെള്ളം ലഭിക്കാതെ മനുഷ്യനും മൃഗങ്ങളെല്ലാം ചത്തുടങ്ങുമോ? അതുകൊണ്ട് മഴ നൽകുന്ന സിത്താവിനെ, ആ റബ്ബിനെ നിങ്ങൾ ഓർക്കണേ. ആ റബ്ബിനെ നിങ്ങൾ സുജൂദ് ചെയ്യണേ. അവന് തസ്ബീഹ് ചെല്ലണേ. അവന്റെ നിയമ വ്യവസ്ഥകൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് നിങ്ങൾ ജീവിക്കണേ. അല്ലാഹ് പറയുകയാണ്, ഓ മനുഷ്യരെ, നിങ്ങളുടെ രക്ഷിതാവിനെ ആരാധിക്കുക. നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ച റബ്ബിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. എങ്കിൽ നിങ്ങൾക്ക് വിശുദ്ധി പ്രാപിക്കാം. അല്ലതീ, ഇങ്ങനെയുള്ള സിദ്ധാവാൻ ഭൂമിയെ നിങ്ങൾക്ക് അവൻ ഒരു വിരിപ്പിനോടെ അതിന്റെ പതനത്തെ പരത്തി തന്നിരിക്കുന്നു റബ്ബ്. ആകാശത്ത് നിങ്ങൾക്ക് മുമ്പിലുള്ള ഒരു കുട പോലെ ഒരു മേലാപ്പാക്കി അല്ലാഹു നൽകിയിരിക്കുന്നു. എന്നിട്ട് ആകാശത്തിൽ നിന്ന് നിങ്ങൾക്ക് അല്ലാഹു വെള്ളമിറക്കി തന്നു. അവിടെയും വെള്ളം എന്നാണ് മഴയെ മാഹനാണ് അല്ലാഹു ഉദാഹരിച്ചത്. ആ വെള്ളം മുഖേന ഭൂമിയിൽ നിങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണ വിഭവങ്ങൾ ഉത്പാദിപ്പിച്ചു തന്നു. നിങ്ങൾക്ക് ഭക്ഷണത്തിന് വേണ്ടി. അതിനാൽ നിങ്ങൾ അവന്റെ ഒരു സമന്മാരെ, ഒരു പകരക്കാരെ അവനോടൊപ്പം നിങ്ങൾ കൊണ്ടുവരണ്ടേ. ഈ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലോ മഴയുടെ വർഷിപ്പിലോ കൃഷി ഉണ്ടാകുന്നതിലോ അന്നല്ലാതെ മറ്റൊരു പങ്കുകാരുമില്ല എന്ന് നിങ്ങൾ അറിയുന്നവരല്ലേ. എന്നിട്ടും നിങ്ങൾ ആ റബ്ബിനുള്ളവരും മറ്റുള്ളവരെ വിളിച്ച് പ്രാർത്ഥിക്കല്ലേ. നിങ്ങളുടെ നേർച്ചകളും വഴിപാടുകളും വിവാദങ്ങളും അള്ളാഹുവിന്റെ നിങ്ങൾ കൊടുക്കല്ലേ. അള്ളാഹു എത്ര കൃത്യമായിട്ടാണ് നമുക്ക് പഠിപ്പിച്ചിരുന്നത്. എന്തുകൊണ്ടാണ് അള്ളാഹ് ആരാധിക്കേണ്ട ആവശ്യം? അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. അവനാണ് ആകാശഭൂമിയെ സൃഷ്ടിച്ചത്. നിങ്ങൾക്ക് ഭൂമിയിൽ സഞ്ചരിക്കാൻ യോഗ്യമായ ഒരു ഭൂമിയെ സംവിധാനിച്ചവൻ, നിങ്ങൾക്ക് വെള്ളമിറക്കിയവൻ, നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നവൻ അത് അല്ലാഹുവാണ്. അതുകൊണ്ട് അള്ളാഹ് ആരാധിക്കണം. ഇത് വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എങ്കിൽ അവരെ ആരാധിച്ചു. അത് അള്ളാഹിന്റെ തീരുമാനം. ഇത് അല്ലാഹുവല്ലാതെ വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? നിങ്ങൾക്ക് അറിവുള്ളവരില്ലേ ഇത് മറ്റാരുമല്ല അള്ളാഹുവാണ് ചെയ്യുന്നത് എന്ന് റബ്ബ് തആല ചോദിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹമാണ്, അല്ലാഹുവിന്റെ കാരുണ്യമാണ് മഴ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മഴയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമതായി, ചില ആൾക്കാരൊക്കെ പറയാറുണ്ട്, ഭയങ്കര സയന്റിസ്റ്റുകളാവും മഴ പെയ്ത് കഴിഞ്ഞ ആൾക്കാരൊക്കെ. ഇതിപ്പോ ആ ഞാറ്റുവേലയാണ്, ഈ ഞാറ്റുവേലയാണ്, അവിടെ പിന്നെ ആ കടലിൽ ചുഴിയുണ്ടായത് കൊണ്ടാണ് അല്ലെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ കാരണങ്ങൾ ഇതിന് പറയാം. അതുകൊണ്ടൊന്നുമില്ല, അങ്ങനെ പറയരുത്. മുഅ്മിനീങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ പറയുമ്പോ പറയണത് അറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ പെയ്യിച്ചു എന്നാണ് പറയുന്നത്. എന്നാണ് വിശ്വാസികൾ പറയേണ്ടത്. അള്ളാഹുവിന്റെ മഹത്തായ ഔദാര്യവും കാരുണ്യവും കൊണ്ട് ഞങ്ങൾക്ക് മഴ കിട്ടി എന്ന്. മഴയില്ലെങ്കിൽ പ്രാർത്ഥിക്കണം. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രയാസങ്ങൾ നീക്കിക്കളയുന്ന മഴയെ ഞങ്ങൾക്ക് നീ ചൊരിഞ്ഞു തരണമേ. മഴ പെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പ്രാർത്ഥിക്കണം. അല്ലാഹുവേ, മഴയെ ഞങ്ങൾക്ക് ഉപകാരമുള്ളതാക്കണേ അല്ലാഹ്. അപ്പൊന്നും വിടാതെ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് മഴകൾ പെയ്തിട്ട് ഇടങ്ങറായി കഴിഞ്ഞാൽ പഠിച്ചോടെ ഇടങ്ങറായി. പെയ്യുമ്പോ പ്രാർത്ഥിക്കണം, അല്ലാഹ് ഉപകാരമുള്ളതാക്കണേ. എന്നിട്ടോ പെയ്ത് കഴിഞ്ഞാൽ പ്രാർത്ഥിക്കണം, അല്ലാഹുവേ, നിന്റെ മഹത്തായ കാരുണ്യം കൊണ്ടും നിന്റെ ഔദാര്യം കൊണ്ടും ഞങ്ങൾക്ക് മഴ ലഭിച്ചു എന്ന് അല്ലാഹുവിനോട് നന്ദി പറയുകയും വേണം. ഇങ്ങനെയാണ് മഴയെ കണ്ടത്. എന്നാൽ അല്ലാഹു പറയുന്നു,
അള്ളാഹുവിന്റെ അനുഗ്രഹം ആകാശത്തിന്റെ മുമ്പിലെ ഇറങ്ങുന്നില്ല. ഒരു ദിവസമായി കഴിഞ്ഞാൽ ഇറങ്ങിയതിൽ ആളുകൾ വ്യത്യസ്ത അഭിപ്രായങ്ങളാവുകയാണ്. എന്നിട്ട് ഒന്ന് പറയുന്നു അതിൽ ചില ആളുകൾ കാഫിറുകളായി പോകുന്നുണ്ട്. മഴ പെയ്താൽ എങ്ങനെയാണത്? മഴയിറക്കി കഴിഞ്ഞാൽ അവർ പറയും ആ നക്ഷത്രം അങ്ങനെയായതുകൊണ്ടാണ്, ഈ ഞാറ്റുവേല അങ്ങനെയായതുകൊണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് നക്ഷത്രങ്ങൾക്കും രാശികൾക്കും ആ മഴയുടെ അവകാശം ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അള്ളാഹുവിന് കൊടുക്കാത്ത ആളുകൾ അവരാണ് കാഫിറുകൾ. ഒരിക്കൽ സുബ്ഹി കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇന്ന് രാവിലെ ചില ആളുകൾ കാഫിറായി, ചില ആളുകൾ മുഅ്മിനായി. അപ്പൊ സ്വഹാബത്ത് അന്തം വിട്ടു. പഠിച്ചത് എന്താ സംഭവം? നമ്മൾ പറഞ്ഞു, ഇന്നലെ രാത്രി മഴ പെയ്തു. ആ മഴ ഇന്ന നക്ഷത്രങ്ങളെ കൊണ്ട് ഇന്ന ഞാറ്റുവേല കാരണം പെയ്തു എന്ന് പറഞ്ഞവരൊക്കെ കാഫിറായി. അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് മഴ കിട്ടി എന്ന് പറഞ്ഞവരൊക്കെ മുഅ്മിനായി എന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുക. അപ്പൊ നക്ഷത്രങ്ങൾക്കോ ഗ്രഹങ്ങൾക്കോ നമ്മുടെ ജീവിതത്തിനെ നിയന്ത്രിക്കുന്ന യാതൊരു പങ്കുമില്ല. കാരണം അതിനെല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്നത്, അതിനെല്ലാം സംവിധാനിച്ചത് അല്ലാഹുവാണ്. ആ റബ്ബാണ് നമുക്ക് അതിനെ ഉപയോഗപ്രദമായ രൂപത്തിലേക്ക് മാറ്റിയെടുക്കുന്ന പടച്ചോനാണ്. അതുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത്. ചൂട് കൂടിയാലും തണുപ്പ് കൂടിയാലും, തണുപ്പില്ലെങ്കിലും ചൂടില്ലെങ്കിലും ആ റബ്ബിനോടാ ചോദിക്കേണ്ടത്. നക്ഷത്രങ്ങളോടല്ല, ചന്ദ്രനോടല്ല, സൂര്യനോടല്ല, അത് അല്ലാഹുവിനോടാണ് ചോദിക്കേണ്ടത്. മറിച്ചൊരു വിശ്വാസം വന്നാൽ അത് ശിർക്കായി പോയി, കാഫിറാവുകയും ചെയ്യുമെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മഴ പെയ്യുമ്പോ ചില ആളുകൾക്ക് സ്വഭാവമുണ്ട്. എന്താണ് മഴ പെയ്യുന്നത് ചെയ്യുന്നത്? ഹലാക്കിന്റെ മഴ എന്ന് പറയും. എന്താ ഹലാക്ക് എന്ന് പറഞ്ഞാൽ? നാശങ്ങൾ, ഹലക്ക, നശിച്ചു എന്നാണ്. അപ്പൊ നശിച്ച മഴ എന്നാ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നശിക്കൊണ്ട് നന്നാവില്ല, ആ മഴ നിനക്ക് നാശമാകും. അത് നിന്നിലേക്ക് തന്നെ തിരിച്ചു വരും. കാരണം മഴ അള്ളാഹുവിൻ്റെതാണ്. അതിനെ ക്ഷണിച്ച ആ ശാപം നിനക്ക് ശാപമാകുന്നല്ലാതെ മഴക്കോ മറ്റൊന്നും ആവാനില്ല. അതുകൊണ്ട് അങ്ങനെ വെയിലിനെയും മഴയെയും മഞ്ഞിനെയും ഒന്നും ശപിക്കാൻ പാടില്ല. ആ സമയത്ത് അവൻ ദീനിൽ നിന്ന് പുറത്തു പോകും. അതുകൊണ്ട് ഒരു വിശ്വാസി പ്രകൃതിയിലെ ഓരോ അനുഭവത്തിലും അല്ലാഹുവിലേക്ക് മടങ്ങണം. റബ്ബിനോടാണ് ചോദിക്കുന്നത്, റബ്ബിനോടാണ് നന്ദി പറയുന്നത്. ദുരന്തങ്ങളിൽ നിന്നുള്ള നമ്മൾ പാഠം ഉൾക്കൊള്ളണം. നമ്മുടെ നാട്ടിലുണ്ടാകുന്ന പല ദുരന്തങ്ങളും അല്ലാഹുവിൽ നിന്നുള്ളതാണെങ്കിലും അത് നമ്മൾ കാരണക്കാരാകുന്നതോ എന്ന് നമ്മൾ പരിശോധിക്കണം. അല്ലാഹു പറഞ്ഞില്ലേ, ലാ തുൽഖൂ അയ്ദിയകും ഇലാ തഹ്ലുക. ഓ മനുഷ്യരെ, അല്ലെങ്കിൽ വിശ്വാസികളെ, നിങ്ങളുടെ കരങ്ങളെ കൊണ്ടുപോയി നാശത്തിലല്ലേ. അതെ, കഴിഞ്ഞ വെള്ളപ്പൊക്കം ഉണ്ടായതെന്താ? അതിനെ കുറിച്ച് പഠിച്ച അതിന്റെ വിദഗ്ധര് പറയുന്നത് അത് മഴ പെയ്തുകൊണ്ടുണ്ടായ വെള്ളപ്പൊക്കമല്ല, അത് ഡാം തുറക്കുന്നതിൽ പറ്റിയ അപാകതയാണ് ആ വെള്ളപ്പൊക്കം ഉണ്ടാവാനുണ്ടായ കാരണം എന്ന്. ഇപ്പോഴുണ്ടാകുന്ന വെള്ളപ്പൊക്കം എന്താ? ഇതൊക്കെ പ്ലോട്ടാക്കില്ലേ? മനുഷ്യന്റെ അത്യാഗ്രഹം, മനുഷ്യന്റെ ഭൗതിക ത്വര, അത് കാരണം എന്താണ്? വെള്ളം പോകാനുള്ള ചാലുകളൊക്കെ അടയ്ക്കുക, എല്ലാ കുളങ്ങളും തൂക്കുക. പുഴയിലേക്കോ കുളത്തിലേക്കോ വെള്ളം പോകാൻ വഴി വേണ്ടേ? വെള്ളം പോയി നിൽക്കാനുള്ള സ്ഥലം വേണ്ടേ? അതെല്ലാം കയ്യേറി അവിടെയെല്ലാം ബ്ലോക്കാക്കി വീട് വെച്ചു. അപ്പൊ അവസാനം വെള്ളം അവിടെ തന്നെ നിൽക്കും. അപ്പൊ കരണ്ട് നിലവിളിച്ചുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് നാം അല്ലാഹു സുബ്ഹാനഹു സംവിധാനത്തിന് മാറ്റം വരുത്തരുത്. മലകളും കുന്നുകളും ഇടിക്കരുത്. അല്ലെ, ഇപ്പൊ നടന്നു ഒരു ഉരുൾപൊട്ടലുണ്ടായി. എന്താ കാരണം? അതിന്റെ ചോട്ടിലൊക്കെ മണ്ണിടിച്ചിരിക്കുന്നു. അപ്പൊ മുകളിൽ ഇങ്ങോട്ട് വന്നു, ആകെ ഇടിഞ്ഞു പോയി. അല്ലെ, അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മലകളെ ഭൂമിക്ക് ആണികളാക്കി വെച്ചിരിക്കുന്നു. മലകളെ അള്ള ഭൂമിക്ക് ആണിയാക്കി അള്ള പറഞ്ഞിരിക്കാം. അല്ലെ, കാരണം എന്താ? ഭൂമിയുടെ 2 ഭാഗവും വെള്ളമാണ്, ഒരു ഭാഗമേ കരമുള്ളൂ. ഇത് ബാലൻസ് ചെയ്ത് ഭൂമിക്ക് നിൽക്കാൻ കഴിയുന്ന അള്ള വെച്ച ഈ മലകൾ, അല്ലാതെ സൃഷ്ടിച്ചുണ്ടായ കുറെ കല്ലും മണ്ണും ബാക്കിയായപ്പോൾ കൂട്ടി വെച്ചതല്ല. അള്ള കൃത്യമായിട്ട് സംവിധാനിച്ച മലകളെ, ആ മലകൾ പ്രകൃതിയുടെ ക്ലൈമറ്റ് നിയന്ത്രിക്കുന്നതിൽ അള്ളാഹു അതിന് സ്ഥാനം കൊടുത്തിട്ടുണ്ട്.
അതിന്റെ ബാലൻസ് ആയിരിക്കുന്നത്. അപ്പൊ കുന്നുകളും മലകളും മനുഷ്യന്റെ ആഗ്രഹത്തിനും മനുഷ്യന്റെ താല്പര്യത്തിനും വേണ്ടി ഇടിച്ച് നിലപാടുമ്പോ അള്ളാഹുവിന്റെ ചില പണികളൊക്കെ വരും, പരീക്ഷണങ്ങൾ വരും, ഭൂമികുലുക്കുണ്ടാവും അല്ലേ? ഒന്നാമത്തെ കാരണം അതാണ്. രണ്ടാമത്തെ കാരണം മനുഷ്യരുടെ പാപങ്ങൾ വർദ്ധിക്കുമ്പോ, ഒന്നാമത് അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിൽ കൈകടത്തിക്കൊണ്ട് നാശം വരുത്തുമ്പോ, രണ്ടാമതായി മനുഷ്യന്റെ പാപങ്ങൾ വർദ്ധിക്കുമ്പോ അല്ലാഹുവിന്റെ ശിക്ഷ വെയിലായും മഴയായും ഭൂമികുലുക്കമായും ഇടുത്തിയായും ഒക്കെ വന്ന് ഭവിക്കും. തെറ്റുകൾ വരുമ്പോ മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു കാലത്ത് മദീനയിൽ ഒരു ഭൂമികുലുക്കം ഉണ്ടായി. ആ ഭൂമികുലുക്കമുണ്ടായപ്പോൾ പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, മാ കാനത ഹാദിഹി സൽസലതു ഇല്ലാ അൻ ശൈഇൻ അഹ്ദസ്തുഹു, നിങ്ങളുടെ പാപങ്ങൾ, നിങ്ങൾ ചെയ്ത മഹാ അക്രമങ്ങൾ, പാപങ്ങൾ മൂലമല്ലാതെ ഈ ഭൂമികുലുക്കം ഉണ്ടായിട്ടില്ല. നിങ്ങളുടെ പാപങ്ങൾ വർദ്ധിച്ചുകൊണ്ടായ ഭൂമികുലുക്കമുണ്ടായത്. അതുകൊണ്ട് എന്റെ ജീവൻ ഏതൊരു റബ്ബിന്റെ കയ്യിലാണ്, അവിടെ തന്നെയാണ് സത്യം. നിങ്ങളുടെ ഈ സ്വഭാവം നിങ്ങൾ മാറ്റിയിട്ടില്ല എങ്കിൽ ഈ മദീനയിൽ നിങ്ങളുടെ കൂടെ ഞാൻ താമസിക്കില്ല, ഞാൻ ഈ നാട് വിട്ടുപോകും. പറയാ ജനങ്ങളോട്, മര്യാദക്കൊക്കെ ജീവിച്ചൂടി, നന്നായിക്കൂടി, അല്ലെങ്കിൽ ഞാൻ ഈ നാട്ടിൽ താമസിക്കൂല, ഞാൻ ഈ നാട് വിട്ട് പോകുന്നതാണ്. അപ്പോ അത് അവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? റസൂലുള്ളാഹി പറഞ്ഞില്ലേ, ഉമറിന്റെ നാവിലൂടെയാണ് അല്ലാഹു സംസാരിക്കുന്നതെന്ന്. ഉമർ റളിയല്ലാഹു പല ചിന്തകളും അഭിപ്രായങ്ങളും അല്ലാഹു ഖുർആൻ വചനങ്ങളായി ഇറക്കിയിട്ടുണ്ട്. അത്ര ദീർഘദൃഷ്ടിയല്ല മുത്തഖിയായ ഉമർ പറയുന്നത്, നിങ്ങളുടെ പാപങ്ങൾ വർദ്ധിച്ചതുകൊണ്ടാണ് ഈ സംഗതികളൊക്കെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് നന്നായിട്ടില്ലെങ്കിൽ ഞാൻ ഈ ഇവിടെ താമസിക്കില്ല, ഞാൻ താമസം മാറും എന്ന്. അത് നമുക്ക് പറ്റിയുള്ള പാടെന്താ? നമ്മള് മോശപ്പെട്ട ആളുകളുടെ ഇടയിൽ പോയി താമസിക്കാൻ പാടില്ല. മദീനക്കാരെല്ലാവരും മോശമായതുകൊണ്ടല്ല, മനുഷ്യ സഹജമായ തെറ്റുകൾ എല്ലാവർക്കും വരും. പക്ഷെ തൗബയിലൂടെ അതിൽ പരിശുദ്ധി പ്രാപിക്കണം എന്നതാണ്. നോക്കൂ, ചിന്തിക്കേണ്ട വചനമാണല്ലോ പറയുന്നു. തീർച്ചയായും അവരെ കാണുന്നില്ലേ, ഞാൻ അവരെ പരീക്ഷിക്കുന്ന കാര്യം അവരെ കാണുന്നില്ലേ. എല്ലാ വർഷവും ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ അവർക്ക് ഞാൻ പരീക്ഷണങ്ങൾ കൊടുക്കുന്നവരെ കണ്ടിട്ടില്ലേ? എല്ലാ വർഷം ഉണ്ടാവും അല്ലെ? എവിടെയെങ്കിലും ഒരിടത്ത് എന്തുണ്ടാവും? ഭൂമികുലുക്കോ ഉരുൾപൊട്ടലോ വെള്ളപ്പൊക്കോ ഒന്നോ രണ്ടോ ഉണ്ടാവാതിരിക്കില്ല എല്ലാ വർഷവും. അത് ചോദിക്കുന്നത് കണ്ടിട്ടില്ലേ? അത് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു പരീക്ഷണമാണത്. എന്നിട്ടും അവർ തൗബ ചെയ്യുന്നില്ല. ഇത് കണ്ടിട്ടും അനുഭവിച്ചിട്ടും മനസ്സിലാക്കിയിട്ടും അവർ തൗബ ചെയ്യുന്നില്ല, മടങ്ങുന്നില്ല. അവർ ചിന്തിക്കുന്നുമില്ല. അതേ സൂറത്തുൽ തൗബയുടെ 126-ാമത്തെ ആയത്തിലൂടെ നമ്മളോട് പറയുകയാണ്, ഓ മനുഷ്യരെ, നിങ്ങൾ കാണുന്നില്ലേ, എല്ലാ വർഷവും ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ 2 പ്രാവശ്യമോ നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നത് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, കാണുന്നില്ലേ? എന്നിട്ടും നിങ്ങളെന്തേ തൗബ ചെയ്യാത്തത്? എന്നിട്ടും നിങ്ങളെന്തേ ചിന്തിക്കാതെ നന്നാവാത്തതേ? അവർ നമുക്ക് ചിന്തിക്കാൻ നന്നാവാനും ഈ ലോകം അവസാനിക്കും എന്ന ഒരു ചിന്ത നമ്മുടെ ബുദ്ധിയിലേക്ക് കൊണ്ടുവരാനാണ് റബ്ബ് തആല ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ പൊറുക്കുകയും അവന്റെ കാരുണ്യം നമ്മിൽ വർഷിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇന്നൽ ഹംദുലില്ലാഹ് كثيرا طيبا مباركا فيه ربنا ويرضى. وصلى الله وسلم على نبينا محمد وآله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹുവിനെ യഥാർത്ഥ രൂപത്തിൽ ഭയപ്പെട്ടുകൊണ്ട് പരിപൂർണ്ണ മുത്തഖികളായി മുസ്ലിമായി മാത്രം ഈ ലോകത്തിൽ നിന്ന് മരിച്ചു പോകണേ എന്നും
സ്വന്തത്തോടൊന്നും പോലെ വീണ്ടും വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് മഴ അത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. ചിലപ്പോഴെല്ലാം മനുഷ്യന്റെ തിന്മകളും അവരുടെ പ്രവൃത്തികളും ഫലമായി അത് പരീക്ഷണമായോ ശിക്ഷയായോ വരാൻ സാധ്യതയുണ്ട്. അള്ളാഹു അവന്റെ കോപത്തിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മള് അത്തരം സന്ദർഭങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അഊദു ബികലിമാത്തില്ലാഹി തആമ്മാതി മിൻ ശർരി ഇബാദിഹി വഹമസാത്തി ശയാതീൻ. അല്ലാഹുവേ, ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ എവിടെ പഠിച്ചോന്ന്, എവിടെ മതം, എവിടെ അത് ചോദിക്കുമ്പോൾ പിശാച് എന്നുകൊണ്ട് നമ്മളെ വസ്വാസാകും. അപ്പോ ആ സമയത്ത് നമ്മൾ അള്ളാഹുവേ, നിന്റെ കോപത്തിൽ ഉണ്ടാകുന്ന നടപടിയിൽ നിന്ന് പ്രതികാര നടപടിയിൽ നിന്നും നിന്റെ അടിമകളുടെ ഷർറിൽ നിന്നും പിശാചിനുണ്ടാകുന്ന വസ്വാസിൽ നിന്നും ആ പിശാചികളുടെ അടുക്കൽ വന്നുകൊണ്ട് ഞങ്ങൾ പ്രയാസപ്പെട്ടു. അള്ളാഹുവേ, നിന്നിൽ ഞങ്ങൾ അഭയം തേടുന്നു എന്ന് നമ്മൾ ധാരാളമായി പ്രാർത്ഥിക്കണം. അള്ളാഹുവിന്റെ ആ പ്രതികാരം എന്ന് പറയുന്നത് ചെറുതല്ല. റബ്ബ് തആലയെ വെറുപ്പിച്ചാൽ, അവന്റെ കാരുണ്യത്തെ നമ്മൾ നന്ദികൾ കാണിച്ചാൽ അത് മഹാവിപത്ത. അള്ളാഹു നമുക്ക് കൊടുത്തു തരുമാറാകട്ടെ. സർവ്വ നഷ്ടപ്പെട്ടുകൊണ്ടാണ് ഈ പ്രളയത്തിൽ നമ്മുടെ സഹോദരങ്ങൾ, എല്ലാ ജാതി മറ്റുള്ള ആളുകൾ, വീട് നഷ്ടപ്പെട്ട ആളുകൾ, ഉറ്റവരും ഒടയവരും മണ്ണിനടിയിൽ പോയി മരിച്ച ആളുകൾ, വെള്ളത്തിൽ ഒഴുകിപ്പോയവര്, മൃഗങ്ങൾ പോയവര്, കടയും ബിസിനസ്സൊക്കെ തളർന്നു പോയ ആളുകൾ, അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടവരായി നമ്മുടെ സഹോദരന്മാർ നിൽക്കുകയാണ്. അതുകൊണ്ട് നാം കഴിയാവുന്ന പരമാവധി സഹായം അവർക്ക് എത്തിച്ചു കൊടുക്കണം. അത് മനുഷ്യ നന്മയാണ്, മനുഷ്യത്വമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിക്കാൻ സമ്മതിക്കാതെ മക്കയിൽ നിന്ന് അടിച്ചോടിച്ച ആ ഖുറൈശികൾ ഒരു ക്ഷാമം വന്ന്, ഒരു വരൾച്ച വന്ന്, അവരുടെ മൃഗങ്ങൾ ചാവുകയും കുട്ടികളൊക്കെ മരിക്കുകയും ചെയ്യുന്ന അവസ്ഥയെത്തിയപ്പോൾ ഈ വിവരം പറഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് നിരവധി ഒട്ടകങ്ങൾ വഹിക്കാവുന്ന ഭക്ഷണവും വസ്ത്രവും അവർക്ക് കൊടുത്തയച്ചു എന്ന് നമ്മുടെ ചരിത്രം പഠിപ്പിക്കുമ്പോൾ നാം ജാതിയോ മതമോ നോക്കാതെ കഷ്ടപ്പെടുന്ന മനുഷ്യരുടെ ആ അവസ്ഥയിൽ അവരുടെ കണ്ണീരൊപ്പാൻ നമ്മൾ നിൽക്കണം. ആദ്യം ജനങ്ങളോട് കരുണ കാണിക്കുന്നില്ലയോ അവരോട് അള്ളാഹു കരുണ കാണിക്കുകയില്ല എന്ന് അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കുടുംബത്തിൽ ഇത്തരം പരീക്ഷണങ്ങൾ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് കഴിയാവുന്ന പരമാവധി ഇന്നത്തെ കളക്ഷൻ അതിനു വേണ്ടിയിട്ടുള്ളതാണ്. കഴിയുന്ന പരമാവധി സഹായം ആ വിഷയത്തിൽ ചെയ്യണം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ധാരാളം രോഗികളായ സഹോദരങ്ങൾ വസിയത്ത് ചെയ്തിട്ടുള്ള അവർക്കെല്ലാം കൃത്യമായ ചികിത്സയും പരിപൂർണ ശഫയും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار، ولا تشمل قنا من النار، ولا تجعلنا من النار، فإنها بئس الدار وبئس المثوى بئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله وسلم على محمد وآله. الحمد لله.